പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, അങ്ങിൽ ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരികെ വരുവാൻ അങ്ങ് അവസരം നൽകുമെന്നും ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകുമെന്നും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്താൽ അത്യുന്നതൻ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രഭാഷൻ്റെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, പാദത്തെ പരിത്യജിച്ചുകൊണ്ട് മനസ്താപത്തോടെ അങ്ങയുടെ പക്കലേക്ക് തിരിവരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ആനന്ദിക്കുവാൻ നീതിമാന്മാർക്കാണ് അവസരം നൽകുന്നതെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ധനികനായ ഒരു മനുഷ്യൻ വന്ന് കർത്താവെ അങ്ങയുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ മറ്റാരും നല്ലവനല്ല എന്ന് കർത്താവ് പറയുമ്പോൾ അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ വിളിച്ചത് ശരി തന്നെയാണ്, ദൈവമായ ഞാൻ തന്നെയാണ് നല്ലവൻ. കൽപ്പനകൾ പാലിക്കുവാൻ അങ്ങ് അവനോട് ആവശ്യപ്പെടുന്നു. എല്ലാ കൽപ്പനകളും അവൻ പാലിക്കുന്നുവെന്നും ചെറുപ്പം മുതൽ തന്നെ അവനത് പാലിക്കുന്നുണ്ടെന്നും ഓർമ്മിപ്പിക്കുമ്പോൾ, നിനക്ക് ഒരു കുറവേ ഉള്ളൂ, സർവ്വതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. അവിടെ നിന്ന് അവൻ സങ്കടത്തോടെ തിരികെ പോയി എന്ന് പറയുമ്പോൾ, കർത്താവെ നീ പറയുന്നുണ്ട്, സമ്പന്നർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ പ്രയാസം. അങ്ങനെ പറയാൻ കാരണം സമ്പത്ത് ദൈവമായി കരുതുന്നവരെക്കുറിച്ചാണ്. സമ്പത്ത് അതിൽ തന്നെ പാപമല്ല, ദൈവം നൽകുന്ന വലിയൊരു സമ്മാനം കൂടിയാണ് സമ്പത്തെന്ന് സോളമനെ ജ്ഞാനം മാത്രമല്ല സമ്പത്തും കൂടി നൽകിക്കൊണ്ട് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ട്. നല്ല ഈശോയെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ മാത്രം വിനിയോഗത്തിനല്ലെന്നും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൂടിയുള്ളതാണെന്നും എൻ്റെ സഹോദരങ്ങളെ കൂടെ കാണുവാനുള്ള കണ്ണ് ഞങ്ങൾക്ക് നൽകുന്നുവെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങേക്ക് സർവ്വതും സാധ്യമാണ്. ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുവാനും ഞങ്ങൾക്ക് കുറവുള്ളത് നികത്തുവാനും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നീ ഓർമ്മിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. നീ തന്നെയാണ് സർവശക്തനെന്നും നല്ലവനെന്നും ഏറ്റുപറഞ്ഞ് നീ തന്നതൊക്കെ ദാനമാണെന്ന ഓർമ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.